AICCയുടെ ഭീഷണിയുണ്ട്. KPCC പ്രസിഡന്റിന്റെ മുന്നറിയിപ്പുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് KPCC, എന്ത് AICC, ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 3 നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സാങ്കല്പിക മുഖ്യമന്ത്രി ആരാകും എന്നതാണ്. UDF ജയിച്ചാൽ മാത്രമേ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ കഴിയൂ. റിസൾട്ട് മെയ് 4 മാത്രമാണ് വരിക. അതിനു മുമ്പ് തന്നെ UDF ചർച്ച ആരംഭിച്ചു മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച്. അതിന് പിറകിൽ മറ്റൊരു വലിയ കളിയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞ് UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പണപ്പിരിവ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 3 നേതാക്കൾക്ക് വേണ്ടി അണികൾ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം KC വേണുഗോപാലിന് വേണ്ടി തുലാഭാര നേർച്ച നേർന്നിരിക്കുന്നു എന്നാണ്. തൃശൂർ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് CM അനിൽകുമാറാണ് KC വേണുഗോപാലിന് വേണ്ടി തുലാഭാരം നേർച്ച നേർന്നിരിക്കുന്നത്. കളപ്പം കൊണ്ട് തുലാഭാരം തൂക്കുമെന്നാണ് പറഞ്ഞത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി തരണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അനിൽകുമാർ. പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിലാണ് വഴിപാട് നേർന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ KC വേണുഗോപാലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതേസമയം VD സതീശന്റെ ഫ്ലക്സ് ബോർഡ് നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തൊടുപുഴ ടൗണിൽ വന്നു. വാർത്തയായതിനു ശേഷം ആ ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എടുത്തു മാറ്റിയത് എന്ന് പറയുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ബോർഡ് വെക്കുന്നു, ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് വെക്കുന്നു, മറ്റൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് എടുത്ത് മാറ്റുന്നു. ഇതാണ് തൊടുപുഴയിൽ കണ്ടത്. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം VD സതീശന് എതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റ് വന്നു. PR വർക്ക് കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന് എതിരെ പോസ്റ്റ് വന്നു. അങ്ങനെ പോസ്റ്ററുകൾ വരുന്നു, ഫ്ലക്സ് ബോർഡുകൾ വരുന്നു, ക്ഷേത്രങ്ങളിൽ വഴിപാട് നേരുന്നു. ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചേരി തിരിഞ്ഞ് പ്രവർത്തകർ വലിയ തോതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരാകണം മുഖ്യമന്ത്രി? VD സതീശന്റെ ഗുണമെന്താണ്? രമേശ് ചെന്നിത്തലയുടെ മേന്മ എന്താണ്? KC വേണുഗോപാലാണ് പണമിറക്കി കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുക 2 ഘടകങ്ങളാണ്. ഒന്ന്, MLA മാർ. ജയിച്ചു വരുന്ന MLA മാർക്ക് അതിൽ നിർണായക പങ്കുണ്ട്. രണ്ടാമത് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഹൈക്കമാൻഡ് MLA മാരുടെ അഭിപ്രായം തേടും. അത് അംഗീകരിക്കണമെന്നൊന്നുമില്ല. 2021 പ്രതിപക്ഷ നേതാവായി MLA മാർ നിർദ്ദേശിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത് VD സതീശനെയായിരുന്നു. കേരളത്തിലെ MLA മാരുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് എന്ന് നമുക്കറിയാം. അന്ന് രമേശ് ചെന്നിത്തലയെ ചവിട്ടിപ്പുറത്താക്കുന്നത് തുല്യമാണ്. അദ്ദേഹത്തെ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. MLA മാർ പിന്തുണച്ചിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ഹൈക്കമാൻഡ് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് MLA മാർ എന്തു പറയുന്നു എന്നതിനൊന്നും ഹൈക്കമാൻഡ് വലിയ വിലയൊന്നും നൽകാറില്ല. എന്നിരുന്നാലും MLA മാരുടെ അങ്ങനെ അഭിപ്രായമാരായുമ്പോൾ എൻ്റെ പേര് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കൾ MLA മാരെ, ജയിക്കാൻ സാധ്യതയുള്ള MLA മാരെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, KPCC പ്രസിഡന്റ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളുടെ വഴിക്കാണ്, മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചാലേ അടങ്ങൂ എന്ന നിലപാടിലേക്കാണ്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരില്ല എന്ന വാർത്തകൾ അതിനുശേഷം വരുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ ഇല്ല, അദ്ദേഹം ദില്ലിയിൽ തന്നെയാണ് പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത് എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും KC വേണുഗോപാലിന് വേണ്ടിയും കേരളത്തിൽ വലിയ തോതിൽ അണികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ തമ്മിലടി അത് രൂക്ഷമായി വരുന്നു എന്നതാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്ന വാർത്തകൾ.